ഈ കോൺഗ്രസ്സുകാർക്ക് പാണക്കാട് കുടുംബത്തിൽ പോയി നമസ്കരിച്ചാലേ ഉറക്കം വരികയുള്ളൂ. സണ്ണി ജോസഫ് പാണക്കാട്ടേക്ക് എത്താൻ തുടങ്ങുകയായിരുന്നു. അതിനു മുമ്പായിട്ട് തന്നെ ഇടയ്ക്ക് വെച്ച് രണ്ടുപേരുടെയും വാഹനം കണ്ടുമുട്ടി. അങ്ങ് കണ്ണൂരിൽ വെച്ച് തന്നെ ആ കൂടിക്കാഴ്ച നടന്നു. അതും ഹജ്ജ് തീർത്ഥാടന യാത്രയോടനുബന്ധിച്ചുള്ള ചടങ്ങിൽ വെച്ചാണ്. ഏതായാലും ഇനി പാണക്കാട് കുടുംബത്തിലേക്ക് പോയി എന്നുള്ളൊരു ആക്ഷേപം വേണ്ട. എവിടെ വച്ച് കണ്ടാലും ആക്ഷേപം നിൽക്കും. അതേതായാലും എത്ര മായ്ച്ചാലും മായാൻ പോകുന്നില്ല. കാരണം കോൺഗ്രസ്സുകാർ അങ്ങോട്ടേ പോവുകയുള്ളൂ. പെരുന്നയിലെ പോപ്പിൻ്റെ അടുക്കലൊക്കെ അതുവഴി എങ്ങാനും വരുമ്പോൾ എങ്ങാനും കയറിയെങ്കിലായി, അല്ലാതെ കയറുമെന്ന് തോന്നില്ല. കണിച്ചുകുളങ്ങരയിലും അത്രയേ ഉള്ളൂ. കണിച്ചുകുളങ്ങരയിലേക്ക് അടൂർ പ്രകാശ് പോകും. പെരുന്നയിൽ പോപ്പിനെ കാണാനായിട്ട് പോകുന്നത് വിഷ്ണുനാഥായിരിക്കും. പിന്നെ നമ്മുടെ ഷാഫി പറമ്പിലിന് പിന്നെ പാണക്കാടേക്ക് പ്രത്യേകിച്ച് പോകേണ്ട കാര്യമില്ലല്ലോ. അത് പിന്നെ എപ്പോഴും അവിടെ തന്നെയാണ്. അവർക്ക് പ്രത്യേകിച്ച് ഒരു റോളൊന്നുമില്ല. ഷാഫി പിന്നെ വടകരയിലെ MP ആയിട്ടിരിക്കുകയാണ്. ആ ജോലി ചെയ്താൽ മതി. ഇത് വർക്കിംഗ് പ്രസിഡൻ്റുമാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണിയൊന്നുമില്ല. വെറുതെ ഓരോരോ സ്ഥാനമാനങ്ങൾ ഇങ്ങനെ കൊടുത്തിരുത്തിയിരിക്കുകയാണ്. കോൺഗ്രസ്സിൽ അതാണ് ജോലി. ഇവർക്കെല്ലാം സ്ഥാനമാനങ്ങൾ കിട്ടിയിരിക്കണം. അതില്ലെന്നുണ്ടെങ്കിൽ കളഞ്ഞിട്ട് പോകും. ഇപ്പോൾ നമുക്കറിയാം, പ്രായമായി എല്ലാ തരത്തിലുള്ള സുഖസൗകര്യങ്ങളും അനുഭവിച്ചിട്ടും KV തോമസിന് പിന്നെ പദവി കിട്ടാതെ വന്നപ്പോൾ CPMലേക്ക് പോയി. ഇപ്പോൾ ഡൽഹിയിൽ സസുഖം വാഴുകയാണ്. ലക്ഷക്കണക്കിന് ശമ്പളവും പെൻഷനും എല്ലാം കൂടെ ഉണ്ട്. സുധാകരൻ പറഞ്ഞതുപോലെ ഇദ്ദേഹം ഇതെല്ലാം മാസവും പുഴുങ്ങി തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം ഈ സാധിക്കലിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് പറഞ്ഞാൽ അതെന്തായാലും വലിയ ചലനം ഉണ്ടാക്കാൻ പോകുന്നത് തന്നെയാണ്. ഇവർക്കെന്താണ് ഈ ആദ്യം ഇവരുടെ ഗണപതി ക്ഷേത്രമാണോ ഈ പാണക്കാട് സാധിക്കലി എന്ന് പറയുന്നത്? ആദ്യം പോയി അവിടെ നമസ്കരിക്കാൻ. സണ്ണി ജോസഫിനെ എടുത്തു വച്ചിരിക്കുന്നത് ക്രൈസ്തവ വോട്ടുകൾക്ക് വേണ്ടിയിട്ടാണ്. ഈ ക്രൈസ്തവ വോട്ടുകൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു പ്രഖ്യാപിത ലക്ഷ്യത്തിൽ നിൽക്കുകയാണ്. ലീഗ് കയറി ഇവരുടെ നെഞ്ചത്ത് നിരങ്ങിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ. പിന്നെ എങ്ങനെയാണ് ഇനി ക്രൈസ്തവർ തിരിച്ചു വരുന്നത്? ലീഗിനെ ഇവർക്ക് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ലീഗ് ഉണ്ടാക്കാൻ പോകുന്ന അപകടമെന്ന് പറയുന്നത് വളരെ വലുതാണ്. 2026 ലീഗിന് ഇപ്പോൾ ഒരു ചെറിയൊരു തോന്നൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. മിക്കവാറും അധികാരത്തിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. കാരണം ഒരു മാറ്റത്തിൻ്റെ ഒരു കാറ്റെല്ലാം വന്ന് അതിൻ്റെ ഒരു പേമാരിയൊക്കെ ഒന്ന് അടങ്ങി ഒന്ന് ശാന്തമായി നിൽക്കുകയാണ്. അപ്പോൾ അത് ചിലപ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ വലിയ നേട്ടം ഉണ്ടാക്കുമെന്നാണ് കരുതുന്നത്. ലീഗ് അതിനുവേണ്ടി വലിയ പ്രയത്നം നടക്കുന്നുണ്ട്. ലീഗിൻ്റെ പ്രയത്നം എന്ന് പറഞ്ഞാൽ നമ്മളാരും അറിയാത്ത തരത്തിലാണ്. പക്ഷേ അവർ കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ നന്നായിട്ട് വിലപേശൽ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. 2011 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിയ ഈ വിലപേശൽ ഇനി അതിൻ്റെ ഒരു പാരമ്യത്തിലെത്താൻ പോവുകയാണ്. എന്തിന് കുഞ്ഞാലിക്കുട്ടിയെ മുഖ്യമന്ത്രിയാക്കുക എന്നുള്ള രീതിയിൽ തന്നെ കാര്യങ്ങൾ പോകും. 2019 ഇവിടുന്ന് പായും തെറുത്ത് കെട്ടി പോയ ആളാണ് കുഞ്ഞാപ്പ. 2019 അങ്ങ് കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരിക്കും, പപ്പുമോൻ പ്രധാനമന്ത്രിയാകും. അപ്പോൾ ഈ ലീഗിൻ്റെ ദേശീയ നേതാവെന്നുള്ള രീതിയിൽ ഏതെങ്കിലും ഒരു ക്യാബിനറ്റ് റാങ്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ പോയതാണ്. ദാ കിടക്കുന്ന രണ്ടാമതും നരേന്ദ്രമോദി അധികാരത്തിൽ. ആഗ്രഹങ്ങളെല്ലാം 8 നിലയിൽ പൊട്ടി. പോയ വണ്ടിയിൽ തന്നെ തിരിച്ചു കയറി. MP സ്ഥാനവും അങ്ങ് തിരികെ കൊടുത്തു. വീണ്ടും ഉപതെരഞ്ഞെടുപ്പ്. അങ്ങനെ നിയമസഭയിൽ ഒടുവിലെത്തി. നിയമസഭയിൽ എത്തിക്കഴിഞ്ഞ് 2021 പ്രതീക്ഷിച്ചത് അധികാരത്തിൽ വരുമെന്നാണ്. നടന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ 2026 അതിനിടയ്ക്ക് നമുക്കറിയാം പല നീക്കങ്ങളും ഒക്കെ നടത്തി. പിണറായിയുടെ അടുക്കലേക്ക് പോകാനുള്ള ശ്രമമൊക്കെ നടത്തി. ചില കാര്യങ്ങളാൽ അതൊക്കെ മുടങ്ങിപ്പോവുകയും ചെയ്തു. പക്ഷേ ഇനിയിപ്പോഴാണ് സൂക്ഷിക്കേണ്ടത്.
26 അവർ അധികാരത്തിന് വേണ്ടി പലതരത്തിലുള്ള തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ മെനയുകയാണ്. അതൊക്കെ തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ഇവർ ധരിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ ഇന്ന തരത്തിലുള്ള നീക്കമാണ്, ഇന്ന പ്രവർത്തനമാണ് എന്നൊക്കെ. ഇപ്പോൾ ജോസ് കെ മാണിയെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക, അതുപോലെ അധികാരത്തിന് വേണ്ടി നിൽക്കുന്ന പല ഘടകകക്ഷികളുണ്ടെങ്കിൽ അവരെയൊക്കെ കൊണ്ടുവരിക, മുന്നണി വിപുലീകരിക്കുക, 26 എങ്ങനെയും അധികാരം പിടിക്കുക. ഇതാണ് പ്രഖ്യാപിത ലക്ഷ്യമെന്ന് പറയുന്നത്. 26 കൂടെ ഇനി അധികാരം കിട്ടിയില്ല എങ്കിൽ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകും. പിന്നെ സംഭവിക്കുക പറഞ്ഞറിയിക്കാൻ തന്നെ പറ്റത്തില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള ലീഗ് 26 അധികാരം കിട്ടുമ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് വലിയ ചിത്രമാണ്. ഇപ്പോൾ തന്നെ സാദിഖലിയും സണ്ണി ജോസഫുമായിട്ട് കൂടിക്കാഴ്ചയൊക്കെ നടത്തിയിട്ടുണ്ട്. അതിനു മുമ്പ് സണ്ണി ജോസഫ് ഏതെങ്കിലും ബിഷപ്പ് ഹൗസിൽ പോയോ? ഇല്ല. അതെന്താ നടക്കാത്തത്? അപ്പോൾ ആദ്യം പോകേണ്ടത് സാദിഖലിയാണ്, അതിനുശേഷം ബിഷപ്പ് ഹൗസ് നിരങ്ങാൻ പോകും. ഇനിയാണ് തിണ്ണനിരങ്ങം ആരംഭിക്കുന്നത്. ഇതെല്ലാം കഴിയുമ്പോൾ പറ്റുമെങ്കിൽ പെരുന്നേലെ പോപ്പിൻ്റെ അടുക്കലും കടിച്ചുകുളങ്ങര ഭഗവാന്റെ അടുക്കലും പോകും. അപ്പം 26 സംഭവിക്കാൻ പോകുന്ന 25 ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അങ്ങോട്ട് കഴിയുമ്പോൾ ഒരുവിധം കാര്യങ്ങളൊക്കെ മനസ്സിലാകും. ഏത് തരത്തിലായിരിക്കും കാര്യങ്ങളുടെ പോക്ക് എന്നുള്ളത്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും വിഭിന്നമാണ്. രണ്ടിൻ്റെയും സ്വഭാവം 2 തരത്തിലാണ്. ഇതൊക്കെ അറിയാം. പക്ഷേ എന്നാലും ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഒരു സ്വഭാവം വെച്ച് പറയാൻ പറ്റും. പിന്നീടുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏത് തരത്തിലായിരിക്കും കാര്യങ്ങളെന്ന്. ആ തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ കോൺഗ്രസുമായിട്ട് നല്ല വിലപേശൽ ഉണ്ടാകും. കാരണം ലീഗ് എങ്ങോട്ട് വേണേലും ചാടും. കാരണം 3ാം തവണയും പിണറായി വിജയൻ അധികാരത്തിൽ വരണമെന്നുണ്ട്. അതിനുവേണ്ടി പലതും കളിക്കും. ലീഗിൻ്റെ ബാർഗെയിനിങ് കോൺഗ്രസിനകത്ത് സക്സസ് ആയില്ലെങ്കിൽ ലീഗ് കളിക്കാൻ പോകുന്നത് മറ്റൊന്നായിരിക്കും. പിണറായി വിജയൻ ചാക്കിട്ട് പിടിക്കും. അവിടെ പല കാര്യങ്ങളും ഓഫർ ചെയ്യും. പിന്നെ കോൺഗ്രസ്സിലെ ബാർഗെയിനിങ് വിജയിക്കുന്നത് പോലെ LDFിൽ വിജയിക്കണമെന്നില്ല. എന്നാലും അധികാരത്തിന് വേണ്ടി ചിലപ്പോൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാക്കി ലീഗിന് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകാൻ CPM തയ്യാറാകും. അതായിരിക്കും 26 കാണാൻ പോകുന്നത്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം 2 ആയാലും LDF ആയാലും UDF ആയാലും അടുത്ത തവണ അവർ അധികാരത്തിൽ പങ്കാളികളായിരിക്കും, ഉറപ്പാണ്. അല്ലാതെ മുമ്പോട്ട് പോകില്ല. ഇനി കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ തന്നെയും വലിയ സീറ്റുകളൊന്നും നേടാൻ പോകുന്നില്ല. അപ്പം ലീഗ് നിർണായക ഘടകമാകും. ലീഗ് ഇവർക്ക് കൊടുക്കുന്ന സീറ്റെല്ലാം മുഴുവനായിട്ട് അവർ സേഫാക്കും. അവരുടെ സ്ഥാനാർത്ഥികളെ മുഴുവൻ വിജയിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ലീഗ് കൂടുതൽ ബാർഗെയിനിങ് നടത്താൻ പോകുന്നതായിരിക്കും നമ്മൾ കാണുന്നത്. ഇനി നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഉപമുഖ്യമന്ത്രി കുഞ്ഞാലിക്കുട്ടി. ഇത് ഉപമുഖ്യമന്ത്രി മാത്രമായിരിക്കത്തില്ല, മുഖ്യമന്ത്രി തന്നെ ആകും. കോൺഗ്രസ് ആയിരിക്കും ഉപമുഖ്യമന്ത്രിയാകാൻ പോകുന്നത്. ഇങ്ങനെയൊക്കെയുള്ള പിന്നാമ്പുറ നീക്കങ്ങൾ നടത്തുന്നതൊക്കെ തന്നെ ക്രൈസ്തവർ കാണുന്നുമുണ്ട്, കേൾക്കുന്നുമുണ്ട്. പിന്നെ ക്രൈസ്തവ വോട്ട് സമാഹരിക്കാനെന്നും പറഞ്ഞ് ഇറങ്ങിയാൽ അതൊന്നും നടക്കത്തില്ല. സണ്ണി ജോസഫെ പോയി പള്ളി പറഞ്ഞാൽ മതി.